എല്ലാ കൂട്ടുകാർക്കും ടെക്കാസാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അതായത് ഈ പടത്തിനെ നമ്മൾ ഇതുപോലെ ആക്കുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് മൊബൈൽ ലൈറ്റ് റൂമിലാണ്. സോ നമുക്ക് ഒട്ടും വൈകാണ്ട് തന്നെ നേരിട്ട് നമ്മുടെ കണ്ടൻറ്റിലേക്ക് തന്നെ പോകാം. അതിനു മുമ്പ് ഈ വീഡിയോൻ്റെ അവസാനം നമ്മുടെ ചാനലിൽ ഒരു അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. സോ അവസാനം വരെ കാണുക. നേരെ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട പിക്ക് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ് റൂമിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഫസ്റ്റ് ബേസിക്കായിട്ട് ആദ്യം ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എഡിറ്റിങ് തുടങ്ങുക. പക്ഷേ ഞാനിവിടെ ആദ്യം കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എഡിറ്റിങ് തുടങ്ങാൻ പോകുന്നത്. കാരണം നമ്മളിവിടുത്തെ കളറിനനുസരിച്ചാണ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ മൂഡി ബ്രൗണി ടോൺ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ഗ്രീനിൻ്റെ ഹ്യൂ അങ്ങോട്ട് കുറച്ചു. അപ്പോൾ ഗ്രീനിൻ്റെ കളർ അങ്ങോട്ട് മാറിയില്ലേ, ഒരു മഞ്ഞയായി. എന്നിട്ട് പതുക്കെ സാച്ചുറേഷൻ കുറച്ചു. അതുപോലെ തന്നെ മഞ്ഞയുടെ ഹ്യൂവും കുറച്ചു, മഞ്ഞയുടെ സാച്ചുറേഷൻ കുറച്ചു. അപ്പോൾ ഒരു പ്രത്യേകതരം ടോണിലെത്തി. ഇവിടെ വന്നിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ ഹ്യൂ പതുക്കെയാണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ മഞ്ഞ കളർ തിരിച്ചു കിട്ടും. അതായത് ഏതാണ്ട് ഒരു ആ ടോണിന് ചേർന്ന ഒരു മഞ്ഞ കളർ അവിടെ നന്നായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും മെഷേഴ്സ് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പടങ്ങളിലും പല അളവുകളിലായിരിക്കും ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതുപോലെ ആവും പടം. എന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് ഒന്നും എനിക്കിത് പറയാനിവിടെ സാധിക്കില്ല. കാരണം നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന പടമല്ലല്ലോ ഞാൻ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ കളറിൻ്റെ ടച്ചപ്പൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഇടയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നേക്കാം മേ ബി. അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. സോ കളറിൻ്റെ ടച്ചപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വൈബ്രൻസ് ഒരു പൊടിക്ക് കുറച്ചു. അതുകൊണ്ട് വീണ്ടും ഓറഞ്ച് പോയിട്ട് സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടിയപ്പോഴാണ് നമ്മുടെ മഞ്ഞ തിരിച്ച് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റിലേക്ക് കിടന്നിട്ട് എക്സ്പോഷർ ഒരു പൊടിക്ക് കൂട്ടി, കോൺട്രാസ്റ്റ് ഒരു 6 ഇട്ടു, ഹൈലൈറ്റ്സ് കുറയ്ക്കാം നമുക്ക്. ഹൈലൈറ്റ്സ് ഒരു -4, ഷാഡോ ഒരു 4 കിടക്കട്ടെ, വൈറ്റ്സ് കുറയ്ക്കാം, വൈറ്റ്സ് ഒരു -4, ബ്ലാക്ക്സ് ഒരു ബ്ലാക്ക്സ് ഒരു 8 കിടക്കട്ടെ. അപ്പോൾ നമുക്കൊരു മോഡി ടോണിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഏതാണ്ട് അടുത്തൊക്കെ എത്തി. സോ ദെൻ നമ്മൾ കർവിലേക്ക് പോവാണ്. കർവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ ടൈപ്പിലുള്ള എഡിറ്റിങ്ങിന്. കർവിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഏറ്റവും അടിയിലത്തെ കോർണർ കാണുന്ന പോയിന്റ് പൊക്കുക. അപ്പോൾ ആകെ പടം ഫെയ്ഡായി. എന്നിട്ട് ഈ ഫസ്റ്റ് ഗ്രിഡിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് നമുക്കൊരു പോയിന്റ് ഇട്ടിട്ട് ഇതിങ്ങനെ അടിയിലേക്ക് വലിക്കുക. അപ്പോൾ നോക്കിയാൽ നല്ല ഡാർക്ക് ടോണായി. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് മിഡ് ടോൺസ് ഒരു പൊടിക്ക് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായി പടം കാണാൻ തന്നെ ഒരു സെറ്റപ്പായി. കണ്ട ഒരു പ്രത്യേക ടോണായി. എന്നിട്ട് നമ്മൾ എക്സ്പോഷർ ഒരു കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. ആ മഞ്ഞയ്ക്ക് ഒരു എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എക്സ്പോഷർ കുറച്ച് കൂട്ടുക. അതുപോലെ തന്നെ കുറച്ച് ടെക്സ്റ്റേഴ്സും ഒരു പൊടിക്ക് ക്ലാരിറ്റി കൂട്ടുക. എന്നിട്ട് ഡീഹേസ് ഒരു ഇച്ചിരി ഒരു -9 വേണ്ട, ഒരു -5 കിടക്കട്ടെ, ക്ലാരിറ്റി ഒരു 4 കിടക്കട്ടെ. ഇപ്പം തന്നെ പടത്തിൻ്റെ മുക്കാഭാഗം എഡിറ്റിങ് കഴിഞ്ഞു. ഇനി നമ്മൾ വിഗ്നെറ്റ് ഇടുക. ആ എഡ്ജസൊക്കെ ഒന്ന് ഡാർക്ക് ആക്കാനായിട്ട് വിഗ്നെറ്റ് ഇടുക. വിഗ്നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ഫെദറും കൂട്ടുക. വിഗ്നെറ്റ് എന്നാണോ ഇതിന് പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചിലർ വിഗ്നെറ്റ് എന്ന് പറയണവരുണ്ട്, ചിലർ വിഗ്നെറ്റ് എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ഞാൻ വിഗ്നെറ്റ് എന്നാണ് പറയണത്. ഓക്കെ, അപ്പം നമ്മുടെ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി നമ്മൾ പതുക്കെ സ്പ്ലിറ്റ് ടോണിൽ പോയിട്ട് ടോണൊന്ന് സെറ്റ് ആക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടോൺ സെലക്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടോണിലായിരിക്കില്ല നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടോണിലായിരിക്കില്ല ഞാൻ എഡിറ്റ് ചെയ്യണേ. അപ്പം അങ്ങനെ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ആ പടത്തിന് ചേർന്ന ഒരു ടോൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളു പരിപാടികൾ. അതായത് നമ്മൾ ഇങ്ങനെ ഇരുന്നൊരു പടത്തിന് എഡിറ്റ് ചെയ്ത് ഇതുപോലെയാക്കി. സോ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. എല്ലാവരും ട്യൂട്ടോറിയൽ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പരിപാടികൾ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ബ്രോസ്. ജസ്റ്റ് നമ്മളൊന്ന് അതിന് വേണ്ടി ഒരു ഇതുണ്ടായാൽ മതി. ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യുന്ന സംഭവമാണ് എഡിറ്റിംഗ് ഒക്കെ. ഭയങ്കര എളുപ്പമാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തീരുമാനിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ 3 വീഡിയോസ് എന്നല്ലേ. ചിലപ്പോൾ 3 മാറി 5 വീഡിയോസ് ആയേക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ല. മിക്കവാറും 5 വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അടുത്ത ആഴ്ച മുതൽ മിക്കവാറും എല്ലാ ഡേയ്സിലും നമ്മൾ കണ്ടൻറ്റ് ഇടുന്നതായിരിക്കും. തിങ്കൾ ടു വെള്ളി കണ്ടൻറ്റുകൾ ഇടുന്നതായിരിക്കും. ശനി ഞായർ മാത്രം ഇടാതിരിക്കുന്നതായിരിക്കും. സോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ വിട്ട് പോകുമ്പോൾ ചാനൽ എന്തോ ഇനാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.